ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവനൊരാണല്ലേ, ഒരുത്തി ഇങ്ങനെ പിന്നാലെ കൂടി പറഞ്ഞു നടക്കുമ്പോ ചെലപ്പോ കൈവിട്ട് പോവില്ലേ? അതാ സത്യം. ഇതിപ്പോ ആശുപത്രി കൊണ്ടുപോയ കൊച്ച് ജീവിക്കോ മരിക്കോ ആർക്കറിയാം? എന്താ സംഭവിച്ചത്? കുറച്ച് മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് മാഡം. സ്റ്റെപ്പിന്റെ മുകളിൽ നിന്ന് തെന്നി വീണതാ. ഓക്കെ, നിങ്ങളൊന്ന് പുറത്തു നിന്നോളൂ. അതെ, ICUയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ട പ്രൊസീജിയർ ചെയ്തോളൂ. പ്രിയങ്കയെ കണിമംഗലത്ത് നിർത്താൻ സമ്മതിച്ച എല്ലാ പ്രശ്നത്തിനും കാരണം. ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോണെന്ന് വല്ല നിശ്ചയമുണ്ടോ? വരുണ്ണ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സ്വയം നിയന്ത്രിക്കുന്നത് അതിരില്ലേ? സൂര്യ, ഈ അവസ്ഥയിൽ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട. ആ കൊച്ചിനൊന്നുമില്ലാന്നറിഞ്ഞാ മതി. അല്ലെങ്കിൽ അമ്മ പേടിക്കൊന്നും വേണ്ട. ഇതിന്റെ പേരിൽ വരുണ്ണെ ഒറ്റപ്പെടുത്താനോ ശിക്ഷിക്കാനോ ഒന്നും ആർക്കും പറ്റില്ല. പ്രിയങ്കയുടെ അച്ഛനും അമ്മയ്ക്കും വാസ്തവം എന്താണെന്ന് അറിയാലോ. പിന്നെ ആ മുത്തശ്ശിയുടെ കാര്യമല്ലേ, അതൊക്കെ നമുക്ക് നോക്കാം. ഏട്ടാ, പ്രിയങ്കയ്ക്കൊന്നും സംഭവിക്കരുത്. അവൾക്ക് എന്ത് ചികിത്സ വേണോ അതൊക്കെ നമ്മൾ ചെയ്യണം. അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാൻ കൂടി കാരണമല്ലേ? ഒന്ന് നിർത്തുന്നുണ്ടോ രാധിക? ഈ ഒഴിഞ്ഞുമാറലും വിട്ടുകൊടുക്കലൊക്കെ തന്നെയാ കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചത്. തുറന്നു പറയാനുള്ള അവസരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാത്തതിന്റെ ഫലമാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. വേഷം കെട്ടിച്ച് പ്രിയങ്കയെ കണിമംഗലത്ത് കൊണ്ടുവന്ന് നിർത്തുമ്പോ അവളുടെ മുത്തശ്ശി പ്രതീക്ഷിച്ചൊരു കാര്യമുണ്ട്. അവക്ക് എന്തെങ്കിലും ഒരിക്കൽ വരുണിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ പറ്റുമെന്ന്. അതൊരിക്കലും സാധിക്കില്ല. അവൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്നെയാ. പ്രിയങ്ക അനുഭവിക്കുന്നതൊക്കെ അവള് ചെയ്തു വെച്ച കാര്യങ്ങൾക്കുള്ള തിരിച്ചടി തന്നെയാ. മനുഷ്യരെ തോപ്പിക്കാൻ പറ്റും, ദൈവത്തിനെ തോപ്പിക്കാൻ പറ്റില്ലല്ലോ. ഡോക്ടറോടൊന്ന് ചോദിക്കണം, ജീവൻ ആപത്ത് എന്തെങ്കിലും. ചാവുകയാണെങ്കിൽ ചാവട്ടമ്മേ. ഇനി അതും പറഞ്ഞ് രണ്ടുപേരും ഉരുക്കി തീരാൻ നിൽക്കണ്ട. അല്ല മോളെ, പോട്ടെ മോളെ. ഏട്ടൻ അങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടൊന്നും പറഞ്ഞല്ല. നിന്റെ മരുവിന്റെ ജീവിതത്തിൽ തടസ്സമാവുന്ന ഒന്നും ഏട്ടൻ അംഗീകരിക്കാൻ പറ്റില്ല. മോളെ കരയില്ലേ മോളെ, കരയില്ലേ. അവൾക്ക് അത്ര വലിയ പരിക്കൊന്നും കാണില്ലായിരിക്കും അല്ലേ ചെറിയമ്മേ? പറയാൻ പറ്റില്ല. തലയിടിച്ചുള്ള വീഴ്ചയല്ലേ, ചെലപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും. അതെ, ഞാൻ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. തലയ്ക്ക് ശക്തമായ ആഘാതം ഏറ്റിട്ട് സാധാരണ ബോധത്തിലേക്ക് തിരിച്ചു വരുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിലോ? എന്നാ പിന്നെ നമുക്ക് നിത്യേന ഇവിടെ തൃശ്ശൂർ പൂരം കാണാം. പക്ഷെ നമ്മൾ അതും കാത്തിരിക്കാൻ പാടില്ല. എന്തായാലും എല്ലാവരും കൂടി പ്രിയങ്കയെ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിരിക്കല്ലേ, അതീവ രഹസ്യമായിട്ട്. ആ രഹസ്യം നമ്മൾ പൊളിക്കണം. എങ്ങനെ? ഈ രഹസ്യം സുകുമാരി അമ്മയെ അറിയിക്കണം. അപ്പ പിന്നെ ബാക്കി അവര് നോക്കിക്കോളും.
ചെറിയമ്മേ, ഹോസ്പിറ്റലിലേക്ക് സൂര്യ എന്നെ കൊണ്ടുപോകാതിരുന്നത് തന്നെ ഇത് രഹസ്യമായിട്ട് സൂക്ഷിക്കാനാ. അപ്പൊ പിന്നെ നമ്മള് വിളിച്ചു പറഞ്ഞാ പിന്നെ നീ പറയണ്ട, എനിക്കേ പേടിയൊന്നുമില്ല, ഞാൻ പറഞ്ഞോളാം. ഹലോ, സുകുമാരിയമ്മേ, നിങ്ങള് ആശുപത്രിയിലാണോ അതോ വീട്ടിലോ? ആശുപത്രിയിലോ? എന്തിന്? അയ്യോ, അപ്പൊ നിങ്ങള് വിവരമൊന്നും അറിഞ്ഞില്ലേ? പ്രിയങ്കമോള് ഹോസ്പിറ്റലിലാ. ഏ, എന്റെ മോക്ക് എന്തു പറ്റി? ഓ, അത് വേറൊന്നുമില്ല. അവളെ സ്റ്റെപ്പിന്നൊന്ന് വീണു. അയ്യോ, തല പൊട്ടി ബോധമില്ലാത്ത അവസ്ഥയിലേ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്ക. സ്റ്റെപ്പിന്ന് വീണോ? വീണുന്ന് പറഞ്ഞ വരുണേ അവളെ പിടിച്ചു തള്ളി. എന്തിന്? എന്തൊക്കെ പറഞ്ഞാലും വരുൺ അവളുടെ ഭർത്താവല്ലേ. അവളുടെ ഓർമ്മ തിരിച്ചു കിട്ടിയെന്നാ തോന്നുന്നേ. അവള് വരുണിന് ചെന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ എന്തായിരുന്നു ഇവിടെ ബഹളം എന്നറിയോ? വന്നവര് അവളെ ചീത്ത പറയാൻ തുടങ്ങി. അവളാണെങ്കി വരുണിനെ വിടില്ല എന്നുള്ള വാശിയും. ഒടുവിൽ എന്റെ സുകുമാരിയമ്മേ പെങ്കൊച്ചിനെ എടുത്ത് വട്ടം കറക്കി ഒറ്റയേറെ താഴേക്ക്. അയ്യോ, എന്നിട്ട് ഞങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് തോന്നിയില്ലേ നിങ്ങക്ക്? ഞങ്ങളിവിടെ അടിമകളെ പോലെയല്ലേ കഴിയുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് തമ്പുരാക്കന്മാരല്ലേ. അറിയിക്കണ്ടെന്ന് അവര് തീരുമാനിച്ച പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ പ്രിയങ്കയോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് ഇതൊന്നും ഉള്ളിലിരിക്കാത്തത് കൊണ്ടും ഞാൻ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. കൊല്ലം നോക്കിയത് തന്നെ ആവും അവൻ എന്റെ മോളെ. അതേ സുകുമാരിയമ്മേ, എപ്പോ നോക്കിയാലും ആ രാധിക വരുണിന്റെ പുറകേ നടന്ന് പ്രിയങ്കയെ കുറിച്ചുള്ള കുറ്റം പറച്ചില് തന്നെയാ. അവനൊരാണല്ലേ, ഒരുത്തി ഇങ്ങനെ പിന്നാലെ കൂടി പറഞ്ഞു നടക്കുമ്പോ ചിലപ്പോ കൈവിട്ട് പോവില്ലേ? അതാ സത്യം. ഇതിപ്പോ ആശുപത്രി കൊണ്ടുപോയ കൊച്ച് ജീവിക്കോ മരിക്കോ ആർക്കറിയാം. ഇവിടെ എല്ലാവർക്കും പരിചയമുള്ള ഹോസ്പിറ്റലിലേക്കാ പോയേക്കുന്നത്. ഇനി അവിടെ ചെന്ന് ഡോക്ടറെ സ്വാധീനിച്ച് എന്തെങ്കിലും കടുങ്കൈ ചെയ്തു കളയോന്നാ എന്റെ പേടി. ആര് പറഞ്ഞു? എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടില്ല.